You have heard me many times. There's nothing special I can say to you. നിങ്ങൾ എന്നെ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. I can tell you a few things about what the Lord has taught me and a little bit about our family life. ദൈവം ഞങ്ങളെ പഠിപ്പിച്ച ചില കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങളും ഈ സമയത്ത് ഞാൻ പങ്കുവയ്ക്കട്ടെ. I saw a lot of Christianity in many denominations in the first 16 years after I was born again. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച് ആദ്യത്തെ 16 വർഷം അനേക ക്രിസ്തീയ സഭാവിഭാഗങ്ങളിൽ ക്രിസ്തീയതയുടെ പല മുഖങ്ങൾ ഞാൻ കാണുവാനിടയായി. And I was very disappointed with what I saw. ഞാൻ കണ്ടതിനെ കുറിച്ച് എനിക്ക് വളരെയധികം നിരാശയാണ് തോന്നിയത്. Mainly with the quality of the Christian leaders and pastors. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ നേതാക്കന്മാരുടെയും പാസ്റ്റർമാരുടെയും ജീവിതത്തിലെ മൂല്യച്യുതി കണ്ട് ആണ് എനിക്ക് ദുഃഖം തോന്നിയത്. They were not ordinary brothers. അവര് സാധാരണ സഹോദരന്മാരെ പോലെ അല്ല പെരുമാറിയത്. They were special people sitting on a throne. അവരൊരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രത്യേക ആളുകളായിരുന്നു. And when I looked at Jesus, I found he was a very ordinary person. എന്നാൽ ഞാൻ യേശുവിനെ നോക്കിയപ്പോൾ യേശു വളരെ സാധാരണക്കാരനെ പോലെ പെരുമാറി. He was so ordinary that even after 3.5 years of seeing him, they needed one of his disciples to point out who is the real Jesus in the Garden of Gethsemane. 3.5 വർഷക്കാലം ശിഷ്യന്മാരോടൊപ്പം നടന്നിട്ടും യേശു ആരാണ് എന്ന് ഈ അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് ഒരു ശിഷ്യൻ അവനെ ഒറ്റിക്കൊടുക്കണമായിരുന്നു. I saw so many people craving for titles in Christendom. ക്രിസ്തീയ ലോകത്ത് അനേകർ പട്ടങ്ങൾക്കായിട്ട് ഓടുന്നത് ഞാൻ കണ്ടു. Just like in the Roman Catholic and Anglican churches. റോമൻ കത്തോലിക്ക ആംഗ്ലിക്കൻ സഭകളിലെ ആളുകളെ പോലെ. It was the same in Pentecostals also. അത് പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളിലും അങ്ങനെ തന്നെ. This is not God's way. ഇത് ദൈവത്തിന്റെ വഴിയല്ല. But I never felt called to start a church. എന്നാൽ എനിക്ക് ഒരു സഭ തുടങ്ങുവാനുള്ള ഒരു വിളി തോന്നിയില്ല. I said I can live like that myself. എന്നാൽ എനിക്ക് അപ്രകാരം ഞാൻ തന്നെ അങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. Second thing I saw was the completely wrong attitude to money that I saw in Christian circles in those years. ആ വർഷങ്ങളിൽ ക്രിസ്തീയ ലോകത്ത് പണത്തോടുള്ള ഒരു തെറ്റായ മനോഭാവവും എനിക്ക് കാണുവാനിടയായി. So I said, Lord, I want to do it differently. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വ്യത്യാസമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. My examples in India were Sadhu Sundar Singh first of all. ഇന്ത്യയിലുള്ള എൻ്റെ മാതൃക ഒന്നാമതായി സാധു സുന്ദർ സിംഗ് ആയിരുന്നു. He was I believe the greatest man of God that India has seen. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദൈവഭക്തനായിരുന്നു സാധു സുന്ദർ സിംഗ്. Simple man. വളരെ ലളിതനായ ഒരു മനുഷ്യൻ. Reflection of Christ. ക്രിസ്തുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. He was my example. എൻ്റെ മാതൃക അദ്ദേഹമായിരുന്നു. But then I thought, he's not a married man. How can you be an example to the married people in India? അപ്പോൾ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം വിവാഹിതനല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ വിവാഹിതരായ ആളുകൾക്കൊരു മാതൃകയാവുക? I said I have to try and be an example even as a married man. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വിവാഹിതൻ എന്ന നിലയിലും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം. As a servant of God, in attitude to money and marriage, I really wanted to be an example. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഒരു കുടുംബജീവിതത്തിൽ പണത്തോടുള്ള മനോഭാവത്തിൽ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം എന്ന് ഞാൻ ഉറച്ചു. The other thing I saw was so much of confusion concerning baptism in the Holy Spirit. മറ്റൊന്ന് ഞാൻ ക്രിസ്തീയ ലോകത്ത് കണ്ടത് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും കുഴപ്പങ്ങളും. And I saw Jesus is the perfect example of a spirit-filled man. ആത്മനിറവുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. And he never spoke in tongues. യേശു ഒരിക്കലും അന്യഭാഷയിൽ സംസാരിച്ചതുമല്ല. Because his fellowship with the Father was so perfect. ദൈവത്തോടുള്ള പിതാവിനോടുള്ള തന്റെ കൂട്ടായ്മ വളരെ പൂർണ്ണമായിരുന്നതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. When we go to heaven, we are not going to speak in tongues because our fellowship with the Father will be perfect. നാം സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് അന്യഭാഷയിൽ സംസാരിക്കുകയില്ല, കാരണം ദൈവത്തോടുള്ള കൂട്ടായ്മ അവിടെ വളരെ പൂർണ്ണമായിരിക്കും. I find so many things wrong like this. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഈ ക്രിസ്തീയ ലോകത്ത് തെറ്റായി കണ്ടു. And I found people projecting themselves in front of others as if they are the ones to be admired.
അവരെ ആളുകൾ ആരാധിക്കണം എന്നുള്ള നിലയിൽ തങ്ങളെ തന്നെ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവര് ഉയർത്തി കാണിക്കുന്നത് ഞാൻ കണ്ടു. I saw how Jesus was against all titles. യേശു എല്ലാ തരത്തിലുള്ള ഈ പട്ടങ്ങൾക്കും എതിരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. He said, don't be called rabbi or father or any such thing. നിങ്ങളെ റബ്ബി എന്നോ പിതാവേ എന്നോ നിങ്ങൾ പേരെടുക്കരുത് എന്ന്. Today he'll say, don't be called pastor or reverend or any such thing. പാസ്റ്റർ എന്നോ റെവറൻഡ് എന്നോ അങ്ങനെയുള്ള പേരുകളൊന്നും നിങ്ങൾ എടുക്കരുത്. He said, you are brothers. അദ്ദേഹം യേശു പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്. And you are servants. നിങ്ങൾ ദാസന്മാരാണ്. Matthew 23. മത്തായി. So I knew two things I can be, a brother and a servant. അതുകൊണ്ട് എനിക്ക് ഒരു സഹോദരനോ ഒരു ദാസനോ വേലക്കാരനോ ആകുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. That's all. അത് മാത്രം. No title. മറ്റൊരു പട്ടവും പാടില്ല. And then the Lord showed me this verse in a new way in John's Gospel chapter 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ഈ വാക്യം ഒരു പുതിയ വെളിച്ചത്തിൽ ഞാൻ കാണുവാനിടയായി. Some of you may see it in new light also. John 10 verse 8. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നിങ്ങൾക്കും ചിലപ്പോൾ ഇത് ഒരു പുതിയ കാഴ്ചയായിരിക്കും. എനിക്ക് മുമ്പേ All who came before me are thieves and robbers, and the sheep did not hear them. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. Can you read that again? എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. The word before in Malayalam it is clear. Mumbe, that means in front of me. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പേ, എനിക്ക് എൻ്റെ മുമ്പിൽ. So the way I got it was, anyone who preaches about me but stands in front of me that they can't see me, he's a thief and a robber. എന്നോട് പ്രസംഗിക്കുന്നു, പക്ഷെ എൻ്റെ മുമ്പിൽ അവർ നിൽക്കുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാരണം എന്നെ അവർ കാണുന്നില്ല, കർത്താവിനെ കാണുന്നില്ല. അല്ല, യേശു പറഞ്ഞതാണ്. യേശു പറഞ്ഞു, അവര് യേശുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആളുകൾക്ക് കർത്താവിനെ കാണാൻ പറ്റാതെ വണ്ണം കർത്താവിനെ തടഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവര് കള്ളന്മാരും കവർച്ചക്കാരുമാണ്. Anyone who stands in front of me so that people can't see me, the Lord says, he's a thief and a robber. കർത്താവ് പറയുന്നു, എന്റെ മുമ്പിൽ നിന്ന് ആളുകൾക്ക് എന്നെ കാണാൻ പറ്റാതെ വണ്ണം തടയുന്ന ആളുകളൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. That's word that's been in my mind for ages. അനേക വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു വാക്യമാണത്. Don't ever stand in front of the Lord when you preach God's word. നീ ദൈവവചനം സംസാരിക്കുമ്പോൾ ഒരിക്കലും കർത്താവിന്റെ മുമ്പിൽ ആളുകൾക്ക് തടസ്സമായി നിൽക്കരുത്. If they see you, അവർ നിന്നെയാണ് and they don't കാണുന്നത്, see Jesus, അവർ യേശുവിനെ കാണുന്നില്ലെങ്കിൽ you are a thief and a robber. നീ ഒരു കള്ളനും കവർച്ചക്കാരനുമാണ്. And I saw plenty of thieves and robbers in Christendom. ക്രിസ്തീയ ലോകത്ത് അനേകം കള്ളന്മാരെയും കവർച്ചക്കാരെയും ഞാൻ കണ്ടു. And I said, Lord, please help me till the end of my life. ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തോളം എന്നെ സഹായിക്കണമേ. Would you like to have a reputation as a thief and a robber? ഒരു കള്ളനും കവർച്ചക്കാരനും എന്ന നിലയിൽ ഒരു പേര് നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? When you share the gospel with others, നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം when പങ്കുവയ്ക്കുമ്പോൾ, you tell others about Jesus, നിങ്ങൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, and they are drawn to you, അവർ നിങ്ങളോടാണ്, not to Jesus, നിങ്ങളോട് അവർ അടുപ്പിക്കപ്പെടുന്നു, എന്നാൽ യേശുവിനോടല്ല എങ്കിൽ, do you see there that you are a thief and a robber? അവിടെ നിങ്ങൾ ഒരു കള്ളനും കവർച്ചക്കാരനുമാണ് എന്ന് നിങ്ങളെ That's തന്നെ been കാണും. one of the guiding principles of my life. എൻ്റെ ജീവിതത്തിൽ എന്നെ നയിച്ച ഒരു പ്രമാണമാണത്. I say I am a signpost. ഞാൻ പറയുന്നത്, ഞാൻ ഒരു ചൂണ്ടുപലക മാത്രമാണ്. Like Kottayam is in that direction. കോട്ടയം ആ ദിശയിലാണ്. This is not Kottayam, this is only a signpost. ഇത് കോട്ടയമല്ല, ഇത് ഒരു ചൂണ്ടുപലക മാത്രം. So I'm only a signpost. Jesus is there.
ഞാൻ ഒരു ചൂണ്ടുപലക മാത്രമാണ്. യേശു അവിടെയാണ്. I hope we will all be like that. നാം എല്ലാവരും അപ്രകാരമായിരിക്കണമെന്ന് I ഞാൻ hope ആഗ്രഹിക്കുന്നു. all of you elders will be like that. നിങ്ങൾ മൂപ്പന്മാരെല്ലാവരും അങ്ങനെ ആയിരിക്കണം. That you will disappear so that people can see Jesus. യേശുവിനെ ആളുകൾക്ക് കാണുവാൻ തക്കവണ്ണം നിങ്ങൾ മറഞ്ഞിരിക്കണം. And in relation to money, പണത്തോടുള്ള ബന്ധത്തിൽ I looked at Jesus' life. I found he never in his life asked anybody for money. ഞാൻ യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കൽ പോലും താൻ ആരോടും പണം ചോദിച്ചില്ല. When people did not invite him to their house in Jerusalem, he went and slept under the trees. യെരുശലേമിൽ തങ്ങളുടെ വീടുകളിലേക്ക് യേശുവിനെ കൈക്കൊള്ളാതിരുന്ന സമയത്ത്, ക്ഷണിക്കാതിരുന്ന സമയത്ത് യേശു പോയി മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. You read that in John chapter 7, the last verse. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം അത് വായിക്കുന്നു. He never had a demand on people that you must invite me to your house or give me a place to sleep. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കണം, എനിക്ക് ഉറങ്ങുവാൻ ഒരു ഇടം തരണം, ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ആവശ്യവും കർത്താവ് വെച്ചിരുന്നില്ല. John 6, when they wanted to make him a king, he ran away. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ അവനെ ഒരു രാജാവാക്കുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ യേശു ഓടിപ്പോയി. So I found that it's so important to present Jesus. യേശുവിനെ ആളുകളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ Same മനസ്സിലാക്കി. context, I read John 1:18. അതേ പശ്ചാത്തലത്തിൽ ഞാൻ യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുകയുണ്ടായി. No one has seen God. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. But Jesus came and explained him. യേശു എന്നാൽ അവനെ വെളിപ്പെടുത്തി. He said, if you have seen me, you have seen the Father. വെല്ലുവിളിച്ച കാര്യം അതാണ്. ആ വെല്ലുവിളിയാണ് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. I never wanted to be a great preacher. I still don't want to be a well-known preacher. ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി മാറണമെന്ന് അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചില്ല. Many times when I lie in my bed, I say, Lord, I'm a worshipper. I don't want to be a preacher. I want to be a worshipper of you. പല സമയത്ത് ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ, ദൈവമേ, ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, എനിക്ക് ഒരു പ്രസംഗകനാകേണ്ട എന്ന് I പറഞ്ഞു. will never be discouraged if you take away my voice. എന്റെ ശബ്ദം അങ്ങ് എടുത്തു കളഞ്ഞാൽ ഞാൻ ഒട്ടും നിരാശപ്പെടുകയില്ല. You paralyze me in the bed, it won't disturb me. കർത്താവേ, ഞാൻ എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ ഒരു വശം തളർന്നു കിടന്നാൽ ഞാൻ കർത്താവെ നിരാശപ്പെടുകയില്ല. If I'm locked up in prison, it won't disturb me. ഞാൻ ഒരു ജയിലിൽ തടവറയിൽ കിടന്നാൽ കർത്താവെ അതെന്നെ നിരാശപ്പെടുത്തുകയില്ല. Because I'm a worshipper first, and none of these things can stop me from worshiping God. കർത്താവെ, ഞാൻ പ്രാഥമികമായി അങ്ങയുടെ ഒരു ആരാധകനാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നതിന് തടസ്സം നിൽക്കുകയില്ല. I said, Lord, I'll never be a preacher first. I'll always be a worshipper. കർത്താവെ, ഞാൻ ഒരിക്കലും ആദ്യം ഞാനൊരു പ്രസംഗകനാവുകയില്ല. ഞാൻ കർത്താവെ അങ്ങയുടെ ഒരു ആരാധകനായിരിക്കും. Because you said in Matthew 4:10, you shall worship first, then you shall serve. നീ ആദ്യം ആരാധിക്കുക, അതിനുശേഷം സേവിക്കുക എന്നാണ് മത്തായി 4-ൽ നാം വായിക്കുന്നത്. And so these are some of the principles that God put into my life. എൻ്റെ ജീവിതത്തിൽ ദൈവം പാലിക്കുവാനായിട്ട് നൽകിയ ചില പ്രമാണങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. The other thing was about family life. മറ്റൊരു കാര്യം കുടുംബജീവിതത്തെക്കുറിച്ചാണ്. I saw so many Christian homes and preachers, and they didn't seem to live as God wants husband and wife to live in the New Testament. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു പല കുടുംബങ്ങളും ജീവിച്ചിരുന്നത്. I read in 1 Peter chapter 3 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. that husband and wife are to be joint heirs of the grace of God. ദൈവകൃപയുടെ 1 Peter 3 verse 7. 7-ാം വാക്യം, You must show your wife honor. ദൈവകൃപയ്ക്ക് കൂട്ടവകാശികളായിരിക്കണം എന്ന് നമ്മൾ വായിക്കും. And you must show her honor as a fellow heir of the grace of life. അവിടെ ദൈവകൃപയ്ക്ക് കൂട്ടവകാശികൾ, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവാനായിട്ട് നാം അവിടെ വായിക്കും. I found very few Christian husbands who honor their wives. വളരെ ചുരുക്കം ക്രിസ്തീയ ഭർത്താക്കന്മാരാണ് മാത്രമാണ് അവരുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടത്. In the Indian culture, they don't honor their wives in Hinduism and in the villages. ഈ ഇന്ത്യ സംസ്കാരത്തിൽ വില്ലേജുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഭർത്താക്കന്മാർ ഭാര്യമാരെ ബഹുമാനിക്കാറില്ല. Wife is a servant. ഭാര്യ ഒരു വേലക്കാരിയെ പോലെയാണ്. But that's not a Christian husband. അതൊരു ക്രിസ്തീയ ഭർത്താവല്ല. A Christian husband must honor his wife, it says here, as an equal heir of the grace of life. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ഒരുപോലെ അവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവാൻ പറയും. Heir speaks of an heir to a throne.
അവിടെ അവകാശി എന്ന് പറയുന്നത് ആ സിംഹാസനത്തിന് അവകാശി എന്നാണ്. That means the wife's throne is on the same level as the husband's. ഒരു ഭർത്താവിൻ്റെ ഇരിപ്പിടം സിംഹാസനം എവിടെ ഇരിക്കുന്നു അതേ ലെവലിൽ തന്നെയാണ് ഭാര്യയുടെയും സിംഹാസനം. So I said, I want to demonstrate a marriage like that. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ദൈവമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. Just to obey that word. ആ വാക്യം അനുസരിക്കുക മാത്രം. Because then it says God will hear my prayers, verse 7. അതിനെ തുടർന്ന് നാം അവിടെ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. Some of you husbands, I'll tell you, God doesn't hear your prayer because you don't honor your wife. നിങ്ങളിൽ ചില ഭർത്താക്കന്മാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നില്ല. You don't treat her as an equal heir. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന നിലയിൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കരുതുന്നില്ല. It's amazing the answers I've got to prayer in my life. Really amazing. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ഉത്തരങ്ങൾ നോക്കുമ്പോൾ അത് വളരെ അത്ഭുതകരമായ വളരെയധികം ഉത്തരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. And this verse is for you as well. ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടെയുള്ള വാക്യമാണ്. So many husbands, they criticize their wife. This is wrong, that is wrong, the other thing is wrong. പല ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ അത് തെറ്റാണ് ഇത് തെറ്റാണ് എന്ന് കുറ്റം പറയുന്നു. As if they themselves are so perfect. അവര് വളരെ പൂർണ്ണരെന്നുള്ള നിലയിലാണ് അവരുടെ പെരുമാറ്റം. That's just like Adam. അവര് ആദാമിനെ പോലെ പെരുമാറി. That was a long pause, so it must be really important what I just said. What's it? You must honor your wife as an equal heir. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഒരു കൃപയുടെ ജീവന്റെ കൃപയുടെ കൂട്ടവകാശി എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു നീണ്ട ഇടവേള, സേല എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഒരു നീണ്ട പോസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. God wants to answer your prayers. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. The other thing I saw was so many preachers, their children are also wayward. മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, അനേക പ്രസംഗകരെ നോക്കിയാൽ അവരുടെ മക്കളൊക്കെ ദൈവ വഴിയിലല്ല അവർ ജീവിക്കുന്നത്. I said, Lord, your word says if a man can't bring up his children properly, where is he going to preach to the church? ദൈവമേ, ഞാൻ എൻ്റെ മക്കളെ ശരിയാവണ്ണം വളർത്തുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ സഭയോട് എന്താണ് എനിക്ക് പ്രസംഗിക്കുവാനുള്ളത്? So these are the things that became important in my life, not to be a famous preacher. ഈ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറിയത്. ഒരു വലിയ പ്രസംഗകനാകാനുള്ള ശ്രമമായിരുന്നില്ല. But we had a burden to spread the truth around the world. എന്നാൽ ലോകമെമ്പാടും ഈ സത്യങ്ങൾ അത് എത്തിച്ചേരണം എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായിരുന്നു. And God gave us the internet to spread the truth. ഈ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഇന്റർനെറ്റ് നൽകി. And it's very important to recognize that God gave Adam a wife. He says, I'll make him a helper. ദൈവം ആദാമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് ഒരു സഹായി, ഒരു തുണയെ നൽകുമെന്നാണ്. അത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. God said that. He didn't say to Adam, but he said, I will make him an helper. ഞാൻ ഒരു സഹായിയെ ഉണ്ടാക്കുമെന്ന് ദൈവം പറഞ്ഞു. So how do you understand that? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? You can read the Bible in two different ways. It depends on your mindset. നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൽ അനുസരിച്ച് നിങ്ങൾക്ക് ദൈവവചനം രണ്ട് രീതിയിൽ വായിക്കാം. You can read that as a husband and say, oh, your wife, she's just my helper, like some servant who's a helper. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ പറയാം, ഓ, എൻ്റെ ഭാര്യ എൻ്റെ ഒരു സഹായി എന്നുള്ള നിലയിൽ ഒരു വേലക്കാരി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. Or അല്ലെങ്കിൽ you can look at it another way. നിങ്ങൾക്ക് മറ്റൊരു വിധത്തിൽ ഇത് വായിക്കാം. Like God saying, I have to give Adam a helper, otherwise he'll never make it in life. He needs someone to really help him through. ഒരു സഹായി ഇല്ലാതെ അവന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ ഒരു സഹായി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. You know, when you're slipping in a mountain and somebody helps you to climb up onto the rock so that you don't fall down and break your head. നിങ്ങൾ ഒരു മലയിൽ താഴെ വീഴാനായിട്ട് തുടങ്ങുമ്പോൾ താഴെ വീണ് നിങ്ങളുടെ തല പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഒരാൾക്ക് ഒരു വ്യക്തി കൈ തന്ന് നിങ്ങളെ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. That's a helper. അതൊരു സഹായിയാണ്. So that's the way I've sought to relate to my wife. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യയോട് ഉള്ള എൻ്റെ ബന്ധം ഞാൻ സൂക്ഷിക്കുന്നത്. I want to read to you a poem.
ഞാൻ നിങ്ങൾക്ക് ഒരു പദ്യം, ഒരു പോയം ഞാനത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. It's a poem I read many years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പോയമാണിത്. It's something a man wrote when his wife died. തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുതിയ ഒരു ഗാനമാണ്. I read it to all husbands to say, don't wait till your wife dies before you understand these things. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതിനായിട്ട് നിന്റെ ഭാര്യ മരിക്കുന്നത് വരെ നീ കാത്തിരിക്കരുത് എന്ന് ഭർത്താക്കന്മാരോട് ഞാൻ പറയാറുണ്ട്. Think about it now. ഇപ്പോൾ നിങ്ങൾ ഈ വരികളെ കുറിച്ച് ചിന്തിക്കുക. And he's saying about his wife after she died. ഭാര്യ മരിച്ച ശേഷം ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുകയാണ്. I never knew how much she meant to me. നീ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടവളായിരുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. I never knew how patient she could be with me. എന്നോട് ഇത്രമാത്രം നീ ക്ഷമയോടെ പെരുമാറുവാൻ കഴിയും എന്നുള്ളത് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. I never realized until she went away how much a woman helps a man every day. ഓരോ ദിവസവും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ എത്രത്തോളം സഹായിക്കുവാൻ കഴിയുമെന്നുള്ളത് അവൾ പോകുന്നത് വരെ എനിക്ക് മനസ്സിലായില്ല. Only after she went away I realized it. പോയ ശേഷം മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. And I never knew how thoughtless I had been at times until I saw her die. അവൾ മരിക്കുന്നത് വരെ ഞാൻ ഒട്ടും ചിന്തയില്ലാത്തവനായിട്ടാണല്ലോ പെരുമാറിയത് എന്ന കാര്യം ഞാൻ ഗ്രഹിച്ചില്ല. I never knew the hidden crosses that she bore with smiling patience. സഹിഷ്ണുതയോടെ പുഞ്ചിരിയോടെ അവൾ സഹിച്ച മറിഞ്ഞിരിക്കുന്ന അവൾ എടുത്ത കുരിശുകൾ അത് ഞാൻ കണ്ടില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. For all the many griefs that she had in her heart as she worked hard in the house. വീട്ടിൽ കഠിനമായി ജോലി ചെയ്ത സമയത്ത് അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അനേക ദുഃഖങ്ങൾ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. I only saw her smiling and I thought she was always happy. അവൾ ചിരിക്കുന്നത് മാത്രം ഞാൻ കണ്ടു, അവൾ എപ്പോഴും സന്തോഷവതിയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. I did not know the hidden trials she was bearing. അവൾ കടന്നുപോയിക്കൊണ്ടിരുന്ന മറഞ്ഞിരുന്ന അവളുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഞാൻ കണ്ടില്ല. I took for granted many joys which she really never had, but she gave me the impression that she had. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവൾ പെരുമാറിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ അങ്ങനെ തന്നെയാണ് എന്ന് കരുതി ഞാൻ മുമ്പോട്ട് പോയി. And in those days when she was alive, I could have helped her, but I did not know. അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അവളെ സഹായിക്കാമായിരുന്നു, എന്നാൽ എനിക്ക് അത് മനസ്സിലായില്ല, അതിന് ഞാൻ ചെയ്തില്ല. I thought she was worried needlessly, unnecessarily. ആവശ്യമില്ലാതെ അവൾ ഭാരപ്പെടുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. But I see that there were so many regrets in her life because of the problems she faced in the house. വീട്ടിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അവൾക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഞാൻ കണ്ടില്ല. I could have done much more for her if I had only given a little thought to it. അവളെ കുറച്ചുകൂടെ ചിന്ത ഞാൻ കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടെ അവളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവളെ എനിക്ക് കുറച്ചുകൂടെ സഹായിക്കാമായിരുന്നു, സ്നേഹിക്കാമായിരുന്നു. If I had tried to understand her sorrows, or at least tried to understand. അവളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ അല്പം കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ. But now that I am alone and she is gone, ഇപ്പോൾ അവൾ പോയി, ഞാൻ തനിയായിരിക്കുന്നു. At last I see how much of hidden pain she hid from me with all her smiling face. അവളുടെ പുഞ്ചിരിച്ച മുഖത്തിന്റെ പുറകിൽ അവൾ എത്രത്തോളം ദുഃഖങ്ങൾ അവൾ മറച്ചു പിടിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ഗ്രഹിക്കുന്നത്. I never realized how much I leaned upon my wife until one day she died. അവൾ ഒരു നാൾ മരിച്ചതുവരെ ഞാൻ എത്രത്തോളം എൻ്റെ ഭാര്യയിൽ ചാരിയാണ് ജീവിച്ചിരുന്നത് എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. And how much her patience helped me, her gentleness and her cheerfulness.
അവളുടെ സഹിഷ്ണുതയും അവളുടെ സൗമ്യതയും അവളുടെ പുഞ്ചിരിയുമൊക്കെ എനിക്ക് എത്രത്തോളം ആശ്വാസമായിരുന്നു എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. How many little things she did at home to make my pathway smooth. എൻ്റെ വഴികൾ അത് നല്ല വഴികളാക്കി മാറ്റുവാൻ അവൾ എത്രത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സഹിച്ചത്. Sadly, I never knew when she was alive. ദുഃഖകരമെന്ന് പറയട്ടെ, അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. All of you husbands, ഇവിടെ എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരെ, remember that. അത് നിങ്ങൾ ഓർക്കുക. Don't wait till your wife dies to appreciate her. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പ്രശംസിക്കുവാൻ അഭിനന്ദിക്കുവാൻ അവൾ മരിക്കുന്നത് വരെ ദയവായി കാത്തിരിക്കാതിരിക്കുക. It's a very important part of Christianity. ക്രിസ്തീയതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. I say the foundation, Jesus loves us. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. Father loves us. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു. And then a personal walk with God with a clear conscience on top of that. അതിനെ തുടർന്ന് ദൈവത്തോടൊപ്പം ഉള്ള നല്ല മനസാക്ഷിയോടുകൂടെയുള്ള നമ്മുടെ നടപ്പ്. That's the ground floor. അതാണ് ഒന്നാം നില. On top of that is the family life, walking with God, your wife and bringing up children. ഭാര്യയോടൊപ്പം ഒന്നിച്ച് നടന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് അതിന്റെ മുകളിലുള്ള നില. On top of that is our ministry in the church. അതിന്റെയും മുകളിലാണ് സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷ. That is the right order. അതാണ് ശരിയായ ഓർഡർ. You can't build the third story before you build the first and second story. നിങ്ങൾക്ക് മൂന്നാം നില കെട്ടണമെങ്കിൽ ഒന്നും രണ്ടും നിലകൾ കെട്ടാതെ നിങ്ങൾക്ക് മൂന്നാമത്തെ നില കെട്ടുവാൻ കഴിയുകയില്ല. Many preachers don't have good wives, I know that. അനേക പ്രസംഗകർക്ക് നല്ല ഭാര്യമാരില്ല എന്നുള്ളത് എനിക്കറിയാം. Even the great servant of God John Wesley had a very difficult wife. ദൈവത്തിന്റെ വലിയ ഒരു ശുശ്രൂഷകനായിരുന്ന ജോൺ വെസ്ലിക്ക് പോലും ഒരു നല്ല ഭാര്യയില്ലായിരുന്നു. But he never spoke one evil word about her in his whole life. എന്നാൽ ജോൺ വെസ്ലി തന്റെ ജീവിതത്തിലുടനീളം ഒരിക്കൽ പോലും തന്റെ ഭാര്യയെക്കുറിച്ച് ഒരു തെറ്റായ വാക്ക് പറഞ്ഞില്ല. These are some of the things that we have gone by. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയ ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. We went through a lot of poverty in the first 3-4 years of our life. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തിലെ 3-4 വർഷങ്ങളിൽ വളരെയധികം ദാരിദ്ര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. And that taught us to live simply. അത് ഞങ്ങളെ ലളിതമായി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അഭ്യസിപ്പിച്ചു. And in our entire life we never have been in debt even for 1 rupee to anyone at any time. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇതുവരെ ഞങ്ങൾ 1 രൂപയ്ക്ക് പോലും ഒരു സമയത്തും ഞങ്ങൾ കടക്കാരായി ഇരുന്നിട്ടില്ല. We obeyed the word of God in Romans 13 verse 8 strictly. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ആർക്കും കടപ്പെട്ടിരിക്കരുത് എന്നുള്ള വാക്യം ഞങ്ങൾ വളരെ കൃത്യതയോടെ ഞങ്ങൾ അനുസരിച്ചു. Don't owe anybody anything. ആർക്കും ഒന്നിനും കടപ്പെട്ടിരിക്കരുത്. Even when we go to different places and stay in different people's homes, I always try to give some money to the children. ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി അവിടെ താമസിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോലും ഞാൻ എങ്ങനെയെങ്കിലും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കും. If we stay 3 or 4 days, I say, well, we must bless this home. ഞാനിവിടെ കുറച്ച് ദിവസം താമസിച്ചല്ലോ, ഈ ഭവനത്തെ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കണം. I'm not making these laws, but I say we have to project a different version of Christianity from what many pastors are presenting today. ഞാൻ ചില നിയമങ്ങൾ ഉണ്ടാക്കുകയല്ല, എന്നാൽ നമ്മുടെ ചുറ്റിനുമുള്ള പാസ്റ്റർമാരും ക്രിസ്തീയ പ്രവർത്തകരും അവർ ഉയർത്തി കാണിക്കുന്ന ക്രിസ്തീയതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രിസ്തീയത നമുക്ക് ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. And a word about bringing up children. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരു കാര്യം. We were very strict in the way we brought up our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടു വന്നപ്പോൾ ഞങ്ങൾ വളരെ കാർക്കശ്യത്തോടുകൂടിയാണ് വളർത്തിയത്. Concerning 2 things. 2 കാര്യങ്ങൾ. One was honoring father and mother and obeying their word. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നതിൽ അവരുടെ വാക്കുകൾ അനുസരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവരെ അഭ്യസിപ്പിച്ചു. Always speak respectfully to parents. എപ്പോഴും മാതാപിതാക്കളോട് ബഹുമാനത്തോടെ സംസാരിക്കുക. If I ever heard a child of mine speaking disrespectfully to my wife, I'll pull him up and say, go and apologize and then go and do the rest of your work. എൻ്റെ മക്കളിൽ ആരെങ്കിലും എൻ്റെ ഭാര്യയോട് അവരുടെ അമ്മയോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടാൽ അപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ച് ആ കാര്യം അവർ ക്രമപ്പെടുത്തി ക്ഷമ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോകാവൂ എന്ന് ഞാൻ പറയാറുണ്ട്. And obedience. അനുസരണം.
There was no place for disobedience to parents. ഒരിക്കൽ പോലും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന ഒരു That was number one. Honor your father and mother and obey them. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക. അതാണ് ആദ്യം ഞങ്ങൾ അഭ്യസിപ്പിച്ചത്. Second thing was never tell me a lie. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഒരു കളവ് പറയരുത്. I don't care what crime you committed, tell me the truth, but don't tell me a lie. എന്ത് തെറ്റ് ചെയ്താലും അതല്ല എൻ്റെ പ്രശ്നം, നിങ്ങൾ വന്ന് എന്നോട് സത്യം പറയും. Even if you broke the most expensive thing in the house, I don't love material things, but tell me the truth. വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് നിങ്ങൾ പൊട്ടിച്ചതെങ്കിലും സാരമില്ല, നിങ്ങൾ എന്നോട് വന്ന് സത്യം പറയൂ. I'm not interested in those material things, I'm interested in you. ഞാൻ ഈ ഭൗതികമായ വസ്തുക്കളിലല്ല എൻ്റെ താല്പര്യം, നിങ്ങളിലാണ് എൻ്റെ താല്പര്യം. And I would sometimes go out with them for personal fellowship with them, one on one. ഞാൻ വ്യക്തിപരമായി അവരോടുള്ള കൂട്ടായ്മയ്ക്കായിട്ട് ചിലപ്പോൾ അവരെയും കൂട്ടി ഞാൻ തനിയെ പോകാറുണ്ട്. Every birthday I would write a little card for them. ഓരോ പിറന്നാളിൻ്റെ സമയത്തും അവർക്ക് വേണ്ടി ഞാനൊരു കാർഡ് എഴുതി കൊടുക്കുമായിരുന്നു. I wouldn't buy these expensive cards from the shops. I just take some old paper or something like that and write it. ആ സമയത്ത് ഞാൻ അവിടെ കടയിൽ പോയി വളരെ വില കൂടിയ ഒരു കാർഡ് വാങ്ങുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ പഴയ ഏതെങ്കിലും പേപ്പർ എടുത്ത് ഞാൻ വൃത്തിയായിട്ട് പേപ്പറിൽ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. They would also write in paper to greet me on my birthday. എൻ്റെ പിറന്നാൾ സമയത്ത് എന്നെ ആശംസിക്കുവാനായിട്ട് അവരും എനിക്ക് വേണ്ടി പേപ്പറിൽ എഴുതി തരുമായിരുന്നു. It's not the expensive 25 rupee card that matters. It's the heart behind what we greet our children. നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന 25 രൂപയുടെ അല്ലെങ്കിൽ വില കൂടിയ ഒരു കാർഡല്ല പ്രധാനം, നാം എന്ത് ഹൃദയത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. And all these 50 years, ഈ കഴിഞ്ഞ 50 വർഷങ്ങളായി we have greeted our children on every single birthday. അവരുടെ ഓരോ പിറന്നാൾ സമയത്തും ഞങ്ങൾ അവരെ ആശംസ അറിയിച്ചിട്ടുണ്ട്. They have greeted us every single birthday. ഞങ്ങളുടെ എല്ലാ പിറന്നാളിനും അവർ ഞങ്ങൾക്ക് ആശംസ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. Even when they were very small, they would write happy birthday dad without the spelling all wrong. അവര് വളരെ ചെറുതായിരുന്ന സമയത്ത് പോലും ഹാപ്പി ബർത്ത്ഡേ ഡാഡ് എന്ന് പറഞ്ഞ് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിയാണെങ്കിലും അവർ എഴുതി അങ്ങനെ ഞങ്ങളെ ഗ്രീറ്റ് ചെയ്യുമായിരുന്നു. I still keep those cards with the wrong spelling. ഇപ്പോഴും ഞാൻ കേടുകൂടാതെ ആ കാർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. These are precious memories of our relationship with our children. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള വളരെ അടുത്ത ഈ ബന്ധത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളാണ്. The devil is trying to break down families. We must preserve the families in the church. കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് പിശാചി ശ്രമിക്കുമ്പോൾ സഭയിൽ കുടുംബങ്ങളെ നാം ക്രിസ്തുവിനായിട്ട് നിലനിർത്തണം. We taught our children that money was not the most important thing. ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ അഭ്യസിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പണമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Love in the family is the most important thing. കുടുംബത്തിൽ സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. Many other things. My wife will continue for the next 1 hour. മറ്റു പല കാര്യങ്ങളുണ്ട്. അടുത്ത 1 മണിക്കൂർ എൻ്റെ ഭാര്യ തുടർന്ന് സംസാരിക്കുക. വളരെ തമാശ പറഞ്ഞാണ്. First of all, I want to give all the glory to God. ഒന്നാമതായി ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കട്ടെ. We heard in one of the meetings that the only thing God doesn't want us to have is the glory that is due to Him. ദൈവത്തിന് നാം കൊടുക്കേണ്ട ആ മഹത്വം അത് നാം എടുക്കരുത്. അതാണ് നാം കഴിഞ്ഞൊരു മീറ്റിംഗിൽ നാം കേട്ടത്. So I want to give all the glory to God for everything that He's done in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. And secondly, I want to thank all the dear brothers and sisters and children who made this happy occasion today. ഇന്ന് ഇങ്ങനെ ഒരു സന്തോഷകരമായ അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെയുള്ള നന്ദി അറിയിക്കും. We feel as if we are with our family today. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ ആയിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. I know that God has blessed me so much because of the faithfulness of my husband. എൻ്റെ ഭർത്താവിൻ്റെ വിശ്വസ്തത കാരണം എന്നെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. I am sitting here because my husband took some good decisions and God brought us together. That's why I am sitting here. എൻ്റെ ഭർത്താവ് അദ്ദേഹം നല്ല ചില പല തീരുമാനങ്ങൾ എടുക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. All I can see in myself is that I am a wretched sinner whom Jesus died for. യേശു എനിക്ക് വേണ്ടി മരിച്ച ഒരു പാപിയായ വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. And He given me
the privilege to be sitting here. ഇവിടെ ഇരിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു അവസരം നൽകുകയാണ് ചെയ്തത്. I just want to say a little bit after I accepted the Lord, what happened to me. ഞാൻ കർത്താവിനെ സ്വീകരിച്ച ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I almost died just before I accepted the Lord, and as a result of that, I gave my life to the Lord. ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മരണത്തിൻ്റെ വക്കിൽ എത്തിയ ഒരു സമയം ഞാൻ ഓർക്കുന്നു. അതിലൂടെയാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നത്. And after I became aware, the Lord opened my eyes to see things which I had never seen before. അതിനെ തുടർന്ന് ഞാൻ അതുവരെ കാണാതിരുന്ന പല കാര്യങ്ങൾ കാണുവാനായിട്ട് കർത്താവ് എൻ്റെ കണ്ണുകളെ തുറന്നു. I am the eldest child of 9 children. 9 മക്കളിൽ ഏറ്റവും മൂത്ത മകളായിരുന്നു ഞാൻ. After accepting the Lord, I saw myself what a selfish life I was living. ഞാൻ കർത്താവിനെ അറിഞ്ഞ ശേഷം ഞാൻ എത്ര സ്വാർത്ഥപരമായ ഒരു ജീവിതമാണ് ജീവിച്ചത് എന്ന് ഞാൻ കാണുകയുണ്ടായി. I suddenly saw how my mother and father were working so hard for us all to have a good education and a comfortable life. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനും ഞങ്ങൾക്ക് സുഖകരമായി ജീവിക്കുന്നതിനും വേണ്ടി എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി എത്രയധികം കഷ്ടപ്പെട്ടിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. They got up very early and keep everything ready for us so we can go to school. അവർ വളരെ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു. And one night I thought of my mother and how hard she was working that I cried and cried for a long time. ഒരു രാത്രി ഞാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഞാൻ വളരെയധികം രാത്രിയിൽ കരയുകയുണ്ടായി. And I decided from now onwards I'm going to do all that I can to help my mother. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും സഹായിക്കുവാനായിട്ട് എന്നാൽ കഴിവത് ചെയ്യണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. So nobody had to wake me up. I said, Lord, you wake me up early so I can get up early and help my mother. അപ്പോൾ അങ്ങനെ ആരും എന്നെ വിളിക്കാതെ തന്നെ കർത്താവെ രാവിലെ എഴുന്നേറ്റ് പോയി എൻ്റെ അമ്മയെ വീട്ടിലായിരിക്കുമ്പോൾ സഹായിക്കാൻ എനിക്ക് സഹായം നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. And the Lord helped me to see how I could help her in so many ways so that she could not be so stressed to take care of us. ഞങ്ങളെ 9 മക്കളെ വളർത്തുന്നതിൽ ആകെ എല്ലാ ഭാരവും വഹിച്ച് തളർന്നു പോകാതെ അമ്മയ്ക്ക് ഒരു താങ്ങായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. And I thank God because Jesus opened my eyes to see that I could be a better child in my home. എൻ്റെ വീട്ടിൽ അങ്ങനെ യേശു ഒരു മെച്ചമായ കുട്ടിയായി വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. And years later when my mother was dying of cancer, I could not even go and see her. അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ ക്യാൻസറായിട്ട് മരിക്കുന്ന സമയത്ത് എനിക്ക് പോയി കാണുവാൻ പോലും പറ്റിയില്ല. Then I thought, Lord, you gave me chances to do things for my mother in my childhood. I offer that to you. I cannot do anything now for her. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ ദൈവമേ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ഞാൻ ഒരു ബാലയായിരുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് എനിക്ക് ഇത്രയും അവസരങ്ങൾ അങ്ങ് നൽകിയല്ലോ. So I want to share with you, dear children who have given your heart to the Lord and you're growing up at home. നിങ്ങൾ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. Do your best for your parents now when you have the opportunity. നിങ്ങൾക്ക് അവസരമുള്ളപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളാൽ കഴിയുന്ന നന്മ നിങ്ങൾ ചെയ്യുക. Once you're married and once you left the home, you'll wish that you could do something for them. നിങ്ങൾ വിവാഹിതരായി വീട് വിട്ട് പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. So do your best. And whenever I used to do for my mother, I used to think, Jesus is watching me. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ യേശു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചത്. Every time I did something good, Jesus would give me a good point in his book maybe. ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അങ്ങനെ വീട്ടിൽ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും യേശു എനിക്കൊരു നല്ല പോയിന്റ് യേശുവിൻ്റെ ബുക്കിൽ നൽകുന്നതായിട്ട് ഞാൻ ചിന്തിച്ചു. Wanting to please him was the thing which challenged me to be a better daughter at home. ഞാൻ കൂടുതൽ നല്ല ഒരു മകളായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ യേശുവിന് അത് കൂടുതൽ സന്തോഷമുണ്ടാക്കും എന്നുള്ളതാണ് എന്നെ ഉത്സാഹിപ്പിച്ചത്. Then about my marriage, I want to say എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. When I was praying about our marriage, the only
fear I had was that I'll be asked to speak in the public. ഞാൻ വിവാഹിതയാകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏക പേടി ഇങ്ങനെ ഒരു പ്രസംഗകന്റെ ഭാര്യയാകുമ്പോൾ എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വെച്ച് പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞാലോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി. And I am a person who always like to hide behind people and not to come up in front from my childhood. എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ആളുകൾക്ക് പുറകിൽ മറഞ്ഞിരിക്കുവാനും ഒളിച്ചിരിക്കുവാനും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. Then the Lord spoke to me about that also. അതിനെക്കുറിച്ചും ദൈവം എന്നോട് സംസാരിച്ചു. The Lord said, "This is my servant whom I have called to speak. You don't have to do the speaking." ഞാൻ വിളിച്ച എൻ്റെ ദാസനാണിത്, അദ്ദേഹം സംസാരിച്ചോളൂ, നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. All that you have to do is to take care of him. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നീ എൻ്റെ ദാസനെ നീ പരിചരിച്ചാൽ, ശുശ്രൂഷിച്ചാൽ മതി. And take care of the home, take care of the children, so that he'll be free to preach God's word and travel wherever he wants, God calls him. നീ വീട് നോക്കുക, കുഞ്ഞുങ്ങളെ വളർത്തി കൊടുക്കുക, നിന്റെ ഭർത്താവിനെ ശരിയായ വണ്ണം പരിചരിക്കുക. എൻ്റെ ദാസനായ ആ മകൻ അവൻ പല സ്ഥലങ്ങളിൽ പോയി ദൈവം പറയുന്നതിനനുസരിച്ച്, ദൈവം വിളിക്കുന്നതിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യട്ടെ. You take care of so that he will have less burden, and you don't put your burden upon him. നീ ഭർത്താവിന് ഭാരങ്ങൾ കുറച്ചു കൊടുക്കുക, നീ ഉത്തരവാദിത്വം എടുക്കുക, നിന്റെ ഭാരങ്ങൾ നീ കർത്താവിൻ്റെ ചുമലിലിടുക. I heard that so distinctly from the Lord in my heart. എൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തതയോടെ ദൈവം ഇപ്രകാരം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. And that has kept me going all these years. ഈ വർഷങ്ങളെല്ലാം എന്നെ മുമ്പോട്ട് പോകുവാനായിട്ട് എന്നെ നയിച്ചത് ആ കാര്യമാണ്. I praise and thank God for such a loving God and such a loving husband. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്തും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. For some years we had lived with my husband's parents. ഞാൻ ചില വർഷങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടൊപ്പം ഞാൻ താമസിച്ചത് ഞാൻ ഓർക്കുന്നു. I thank God for that privilege. ആ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Because I know they only brought my husband into the world. ഈ ഭൂമിയിലേക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നത് അവരാണ്. They were the channels God used to bring my husband into the world. ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം എൻ്റെ ഉപയോഗിച്ച ചാനൽ അവരായിരുന്നു. So when they grew older, അതുകൊണ്ട് ഞങ്ങൾ അവരെ കൂടുതൽ പ്രായമായപ്പോൾ, and my father-in-law was bedridden, എൻ്റെ അമ്മായിയപ്പൻ, അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ പിതാവ്, അദ്ദേഹം കട്ടിൽ ആയപ്പോൾ God gave us the privilege to take care of him. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. I only wish that we had more facilities so he could be more comfortable when he stayed with us. ഞങ്ങളോടൊപ്പം താമസിച്ചപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ അവിടെ സൗകര്യമുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചു. We had small children and we were struggling financially. ഞങ്ങൾക്കന്ന് ചെറിയ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്നു. But he was always so thankful and grateful for what we did for him. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതിന് അദ്ദേഹം എപ്പോഴും നന്ദിയുള്ള ഒരു വ്യക്തിയായിരുന്നു. But and also I thank God for the teaching we have heard all these years about the new covenant. പുതിയ ഉടമ്പടിയെക്കുറിച്ച് ഈ വർഷങ്ങളുടനീളം കേട്ട ഈ സത്യങ്ങളെക്കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയും. As we heard, it's not a doctrine but it's a life. നാം കേട്ടതുപോലെ അതൊരു ഉപദേശമല്ല, ജീവിതമാണ് പ്രധാനം. And that life has brought fruit, I can see in my life and in my children's lives. ആ ഒരു ജീവൻ അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഫലങ്ങളെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. God has delivered me from so many of my weaknesses and my failures. എൻ്റെ പല ബലഹീനതകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. I praise God for that new and living way. ആ പുതുതും ജീവനുമായ മാർഗത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയും. Now I am a mother and a grandmother and a mother-in-law. ഞാനിപ്പോൾ ഒരു അമ്മച്ചിയാണ്, അതുപോലെ ഞാനൊരു അമ്മായിയമ്മയാണ്. God is giving me wisdom how to be a good mother-in-law. എങ്ങനെയാണ് ഒരു നല്ല അമ്മായിയമ്മ ആകുന്നത് എന്നുള്ളതിനും ദൈവം എനിക്ക് ജ്ഞാനം ഈ ദിവസങ്ങളിൽ നൽകുന്നു. To give them, to show them love and not to be critical about anything and not to make any demands from them. ഞാൻ എൻ്റെ മരുമക്കളെ സ്നേഹിക്കുവാനും അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുവാനും
അവരെ കുറ്റം വിധിക്കുന്ന ഒരു ആത്മാവ് ഇല്ലാതിരിക്കുവാനും ഞാൻ സൂക്ഷിക്കുന്നു. And when I go to their home, I must remember that it is their home, it is not my home. ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അത് എൻ്റെ വീടല്ല, അത് അവരുടെ വീടാണ് എന്ന് ഞാൻ ഓർക്കുവാൻ ശ്രമിക്കും. They must do things as they want. അവർ ചിന്തിക്കുന്നത് പോലെ വീട്ടിലെ കാര്യങ്ങൾ നടക്കട്ടെ. I don't want to change them into my way. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I am going there as a helper. ഞാൻ അവിടെ ഒരു സഹായിയായിട്ട് പോകുന്നു. I am a helper to my husband, I am a helper to my children. എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഞാനൊരു സഹായി മാത്രമാണ്. Where would we have learned all these wonderful things if we didn't know the Lord and His word? ദൈവത്തിൻ്റെ വചനത്തെയും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു? So I give all the praise and glory to God. അതുകൊണ്ട് ഞാൻ എല്ലാ സ്തോത്രവും സ്തുതിയും മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. And for the wonderful life He is giving us. ഞങ്ങൾക്ക് ദൈവം നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. My husband was reading about that poem about a man who lost his wife. ഒരു ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിൻ എഴുതിയ ആ ഒരു പോം എൻ്റെ ഭർത്താവ് വായിക്കുകയുണ്ടായി. But I thank God that we have each other now. ഞങ്ങൾക്ക് അന്യോന്യം ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതിന് ഞാൻ ദൈവത്തിനോട് നന്ദിയും കടപ്പാടുമുള്ളവരാണ്. We have not left somebody alone, we are together. ഞങ്ങൾ ഒരാളിനെ വിട്ടുപോകാതെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചുണ്ട്. And we have our Lord with us. ഞങ്ങളുടെ ദൈവവും ഞങ്ങളോടൊപ്പമുണ്ട്. And we have His wonderful presence always with us. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Many years ago, I read a statement by Mother Teresa. അനേക വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ എഴുതിയ ഒരു വാചകം ഞാൻ വായിക്കുകയുണ്ടായി. She's a very godly woman who has given a lot of good advice. ഒരു ദൈവഭക്തിയായ സ്ത്രീയാണ്, വളരെ നല്ല പല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. It's a very simple thing. വളരെ ലളിതമായ ഒരു കാര്യം. Husbands, smile at your wives. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നോക്കി പുഞ്ചിരിക്കുക. So I do that every morning. എല്ലാ രാവിലെയും ഞാനത് ചെയ്യാറുണ്ട്. Many times during the day as well. ദിവസത്തിന്റെ ഇടയിലും പല പ്രാവശ്യം. You know, people have calculated that it requires more muscles in the face to frown than to smile. ആളുകൾ ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആളുകളെ പോയി തുറച്ചു നോക്കുന്നതിനാണ് കൂടുതൽ മസിൽസ് പ്രവർത്തിക്കേണ്ടത്, ചിരിക്കുന്നതിന് അത്രയും വേണ്ട. It's very easy to smile. ചിരിക്കാൻ വളരെ എളുപ്പമാണ്. It doesn't cost you any money. പണം ചിലവാകത്തില്ല. Why don't we do it more often? എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടുതൽ അപ്രകാരം പുഞ്ചിരിക്കാത്തത്? When I travel in train or bus or plane and all that, ഞാൻ ട്രെയിനിലോ ബസ്സിലോ പ്ലെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ everybody is pushing and shoving. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും ഒച്ച വയ്ക്കുകയും ചെയ്യും. Especially in India. പ്രത്യേകിച്ച് ഇന്ത്യയിൽ. Don't come into this 1 inch of my seat. എൻ്റെ സീറ്റിന്റെ 1 ഇഞ്ചിന്റെ അടുത്തേക്ക് വരാനേ പാടില്ല. We are together for maybe half an hour or 1 hour, and during that time it's not worth fighting. അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു സമയം, അതിനിടയ്ക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. Life is so short. ജീവിതം എത്ര ക്ഷണികമാണ്. Let's be good to one another. നമുക്ക് അന്യോന്യം നന്മ ഉള്ളവരായിരിക്കും. We are passing through this world only once. ഈ ലോകത്തിലൂടെ ഒരു പ്രാവശ്യം മാത്രം കടന്നു പോകുന്നവരാണ് നമ്മൾ. Remember that. അത് നിങ്ങൾ എപ്പോഴും will pass this way only once. നാം ഒരിക്കൽ മാത്രമാണ് ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നത്. So all the good that you can do, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നന്മകളെല്ലാം, to all the people that you know, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കെല്ലാം, in all the ways that you can, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം do it now. അത് ഇപ്പോൾ തന്നെ ചെയ്യുക. Because you won't pass this way again. കാരണം നിങ്ങൾ ഈ വഴിയിലൂടെ വീണ്ടും യാത്ര ചെയ്യുകയില്ല. I say that to myself many times. പലപ്പോഴും ഞാൻ അത് എന്നോട് പറയാറുണ്ട്. It's a statement made by a godly man. ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമാണ്. I shall pass through this way only once. ഞാൻ ഈ ലോകത്തിലൂടെ ഒരു പ്രാവശ്യം മാത്രമേ പോകൂ. So let me do all the good I can to all the people I can. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന നന്മ എല്ലാം, എനിക്ക് ചെയ്യാവുന്ന ആളുകളോടെല്ലാം, in all the ways that I can, എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം, because I will not pass this way again. കാരണം ഞാൻ ഈ വഴിയിലൂടെ വീണ്ടും യാത്ര ചെയ്യുകയില്ല. Some time ago when the church in Bangalore wanted to have a celebration for my birthday,
ചില നാളുകൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള സഭ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സെലിബ്രേഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ I sought the Lord and I said, Lord, I don't want this. ഞാനപ്പോൾ ദൈവത്തെ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്കിത് വേണ്ട. And the Lord asked me a question. അപ്പോൾ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. He said, supposing your 4 sons said, Dad, we want to celebrate your birthday. നിന്റെ 4 മക്കൾ പറയുകയാണ്, ഡാഡിയുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ Would you say no? നിങ്ങൾ അവരോട് വേണ്ട എന്ന് പറയുമോ? No, I would say yes. ഞാൻ അവരോട് പറയും, ശരി, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തോളാം പറയും. And the Lord said, these 6,000 people are also your children. Don't forget that. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ 6,000 പേരും നിന്റെ മക്കളാണ്, നീ അത് മറന്നു പോകരുത്. So if they want to appreciate you, let them go ahead. അതുകൊണ്ട് അവർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ. So that's why I agreed then. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇതിനെ സമ്മതിച്ചത്. That's why I agreed today also. അതുകൊണ്ടാണ് ഇന്നും ഞാൻ അതിന് സമ്മതിച്ചത്. Thank you very much. എല്ലാവർക്കും നന്ദി.